വസ്ത്രങ്ങളുടെ വർണ്ണവസന്തവുമായി സീമ സിൽക്സ്. സീമാസിന്റെ അതിവിശാലമായ ഷോറൂമിൽ ഇപ്പോഴിതാ മെഗാ സൂപ്പർ സെയിൽ. വിഷു ഈസ്റ്റർ പ്രമാണിച്ച് പുതുപുത്തൻ കളക്ഷൻസുമായി സീമാസിന്റെ മെഗാ സൂപ്പർ സെയിൽ. ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് ആൻഡ് ന്യൂ ബോർൺ ബേബീസിന്റെ വെറൈറ്റി കളക്ഷൻസ്. 500 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും 10% ഡിസ്കൗണ്ടും ഒപ്പം കൈനിറയ സമ്മാനങ്ങളും. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ. ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം. പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ. പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം. രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ വിളയാട്ടം. വാറ്റുചാരായി നിർമ്മിച്ച വിൽപ്പന നടത്തിയിരുന്ന ആളെ എക്സൈസ് സംഘം പിടികൂടി. മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തി തമ്പടിച്ച് കാട്ടാനക്കൂട്ടം. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ വിളയാട്ടം. മൂന്നാർ ടൗണിൽ ഇറങ്ങിയ പടയപ്പ വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് മൂന്നാർ ടൗണിന് സമീപം പടയപ്പ എത്തിയത്. ആറോ ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന വഴിയോര കച്ചവട കടകളും പടയപ്പ തകർത്തു. വിൽപ്പനയ്ക്കായി കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ക്യാരറ്റ് അടക്കമുള്ളവ ഭക്ഷിക്കുകയും ചെയ്തു. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ അപ് സൈക്കിൾ പാർക്കിലും പടയപ്പ നാശനഷ്ടങ്ങൾ വരുത്തി. നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് പടയപ്പ ഇവിടെ നിന്നും പിൻവാങ്ങിയത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജനവാസ മേഖലയിൽ തുടരുന്ന പടയപ്പ വ്യാപക നാശമാണ് വിതയ്ക്കുന്നത്. പടയപ്പയെ വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ കാട് കയറ്റണമെന്ന ആവശ്യമാണ് തോട്ടം തൊഴിലാളികൾ അടക്കം ഉന്നയിക്കുന്നത്. സിറ്റി വിഷൻ മൂന്നാർ. വാറ്റുചാരായി നിർമ്മിച്ച വിൽപ്പന നടത്തിയിരുന്ന ആളെ എക്സൈസ് സംഘം പിടികൂടി. തങ്കമണി വാടപ്രയിൽ നിന്നുമാണ് 20 ലിറ്റർ വാറ്റുചാരായവും 100 ലിറ്റർ കോടയുമായി കൂത്താട്ടുകുളം സ്വദേശി കൊച്ചുകുന്നിൽ ജോൺ വർഗീസിനെ എക്സൈസ് സംഘം പിടികൂടിയത്. തങ്കമണി മാടപ്പാറ മേഖല കേന്ദ്രീകരിച്ച് വ്യാജമദ്യ നിർമ്മാണവും വിൽപ്പനയും നടത്തുന്നുണ്ടെന്ന് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് പരിശോധന കർശനമാക്കിയിരുന്നു. കൂത്താട്ടുകുളം സ്വദേശി കൊച്ചുകുന്നിൽ ജോൺ വർഗീസ് പാട്ടത്തിനെടുത്ത 2.5 ഏക്കറിലെ കൃഷിയുടെ മറവിലായിരുന്നു രാത്രികാലത്ത് വാറ്റുചാരായം നിർമ്മിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് സൂചനകൾ ലഭിച്ചതോടെ നാളുകളായി ജോൺ വർഗീസിനെ എക്സൈസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രിയിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. വീടിനുള്ളിൽ നിന്നും 20 ലിറ്റർ വാറ്റുചാരായവും 100 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും എക്സൈസ് കണ്ടെത്തി. ചാരായം മാറ്റുന്നതിനിടയിലാണ് ജോൺ വർഗീസിനെ പിടികൂടുന്നത്. ഇടുക്കി എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് PK-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാറ്റുചാരായമടക്കം പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ജോൺ വർഗീസിനെ റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ രാജാക്കാട്. മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തി തമ്പടിച്ച കാട്ടാനക്കൂട്ടം. തെന്മല എസ്റ്റേറ്റ് 9ാം മൈൽ ഡിവിഷനിലാണ് 5ഓളം കാട്ടാനകൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ആനകളിവിടെ കൃഷിനാശം വരുത്തി. കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തണമെന്നാണ് ആവശ്യം. മൂന്നാറിൽ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം ഒഴിയുന്നില്ല. തോട്ടം മേഖലകളിൽ താമസിക്കുന്ന തെന്മല എസ്റ്റേറ്റ് 9ാം മൈൽ ഡിവിഷനിൽ കാട്ടാനകൾ നിലയുറപ്പിച്ചിട്ടുള്ളതാണ് പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. 5ഓളം ആനകളാണ് കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രദേശത്ത് സ്വൈര്യവിഹാരം നടത്തുന്നത്. ജനവാസ മേഖലയിലെത്തിയിട്ടുള്ള ആനകൾ കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. ഈ ആനകളെ പ്രദേശത്തു നിന്നും തുരത്തണമെന്നാണ് ആളുകളുടെ ആവശ്യം. വേനൽക്കാലം ആരംഭിച്ചതോടെ തോട്ടം മേഖലയിൽ വന്യജീവി ശല്യം വർദ്ധിച്ചിട്ടുണ്ട്. പടയപ്പയെയും ഒറ്റക്കൊമ്പനെയും പോലുള്ള ഒറ്റയന്മാർക്ക് പുറമെയാണ് കാട്ടാനക്കൂട്ടവും ജനവാസ മേഖലകളിലേക്ക് എത്തിയിട്ടുള്ളത്. ആനകളുടെ സാന്നിധ്യമുള്ളതിനാൽ ആളുകൾ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുണ്ട്. ആളുകൾക്കും വീടുകൾക്കും നേരെ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. സിറ്റി വിഷൻ മൂന്നാർ. UDF നേതൃത്വത്തിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിനെതിരെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് രംഗത്ത്. സേനാപതി പഞ്ചായത്തിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരം ഏകകക്ഷി സമരമാണെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇടതുപക്ഷ സർക്കാരിന്റെ അഴിമതി, പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ, ഭൂവിഷയങ്ങൾ, ജപ്തി നടപടികൾ എന്നിവയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ UDFന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തുമ്പോൾ UDFിലെ കേരള കോൺഗ്രസിനെ ഉൾക്കൊള്ളിക്കാതെ കോൺഗ്രസിലെ ഒരു വിഭാഗം മാത്രം സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടിയിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന് UDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമറിയിച്ചു. UDFന്റെ നേതൃത്വത്തിലുള്ള സേനാപതി സഹകരണ ബാങ്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് അംഗങ്ങൾ ഔദ്യോഗിക പാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ എതിർ ഗ്രൂപ്പുകാർ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തുവെന്നും
അക്കാരണം കൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാവും വരെ കേരള കോൺഗ്രസുമായി സഹകരണമില്ലെന്നുമാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പറയുന്നത്. സംസ്ഥാനത്ത് LDF സർക്കാരിൻ്റെ അഴിമതിക്കും പഞ്ചായത്ത് രാജ് ഫണ്ട് വെട്ടിക്കുറിച്ചു, അതുപോലെ ഭൂവിഷയങ്ങൾ, സംസ്ഥാനം നടക്കുന്ന ജപ്തി നടപടികൾ, ഇതെല്ലാം ഈ അഴിമതിയെല്ലാം മുന്നിൽ നടക്കുമ്പോൾ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന UDF എല്ലാ പഞ്ചായത്തുകളിലും രാപ്പകൽ സമരം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഗവൺമെന്റ് ഘടികാരിസ്ഥത മൂലം ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസവും നാൾക്ക് നാൾ ഏറി വരികയാണ്. അതിനെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് UDF ഒരു സമര പരിപാടിക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. UDF കമ്മിറ്റിയിൽ ബാങ്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്യുകയോ വിപ്പ് നൽകുകയോ ചെയ്തിട്ടില്ലെന്നാണ് കേരള കോൺഗ്രസ് ഭാരവാഹികൾ അറിയിച്ചത്. ബാങ്ക് ഭരണസമിതിയിൽ 9 കോൺഗ്രസുകാരും 2 കേരള കോൺഗ്രസ് അംഗങ്ങളുമാണുള്ളത്. കോൺഗ്രസുകാർ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാത്തത് തങ്ങളുടെ കുറ്റമല്ലെന്നാണ് ഇവർ പറഞ്ഞത്. UDFന്റെ മണ്ഡലം ചെയർമാനെ രാപ്പകൽ സമരം സംബന്ധിച്ച് ഒരു കാര്യവും അറിയിച്ചിട്ടില്ലെന്നും ചെയർമാൻ പറഞ്ഞു. ഈ വിഷയം UDFന്റെ മേൽഘടകങ്ങളിൽ അറിയിച്ചിട്ടുണ്ടെന്നും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണുള്ളതെന്നും ഇവർ അറിയിച്ചു. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് MJ കുര്യൻ, സേനാപതി മണ്ഡലം ചെയർമാൻ തങ്കച്ചൻ വള്ളനാമറ്റം, കർഷക യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് ബേബി കളപ്പുരയ്ക്കൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. അവാർഡുകളുടെ തിളക്കത്തിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത്. മാലിന്യമുക്ത നവകേരളം പദ്ധതി പ്രകാരം മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച രാജകുമാരി ഗ്രാമപഞ്ചായത്തിന് അവാർഡുകളുടെ തിളക്കം. മാലിന്യമുക്ത നവകേരളം പദ്ധതി പ്രകാരം മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച രാജകുമാരി ഗ്രാമപഞ്ചായത്തിന് അവാർഡുകളുടെ തിളക്കം. നെടുങ്കണ്ടം ബ്ലോക്കിലെ മികച്ച പഞ്ചായത്തായി രാജകുമാരി ഗ്രാമപഞ്ചായത്തിനെയും മികച്ച ടൗണായി രാജകുമാരി ടൗണിനെയും മികച്ച പൊതു ഇടമായി നടുമറ്റം ഗ്രൗണ്ടിനെയും മികച്ച വായനശാലയായി നടുമറ്റം പ്രണവം വായനശാലയും തെരഞ്ഞെടുത്ത ട്രോഫികളും സമ്മാനിച്ചു. നെടുങ്കണ്ടത്ത് നടന്ന ചടങ്ങിൽ വെച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞിൽ നിന്നും രാജകുമാരി പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും ചേർന്ന പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം പദ്ധതി ചെലവിൽ 98% ചെലവഴിച്ച് ജില്ലയിൽ 3-ാം സ്ഥാനത്തും നികുതി പിരിവിൽ 100% നേട്ടം കൈവരിക്കാനും കഴിഞ്ഞുവെന്നും 3 കോടി രൂപയോളം MLA ഫണ്ടടക്കം വിവിധ റോഡ് നിർമ്മാണ പദ്ധതികൾക്കായി ഭരണാനുമതി ലഭിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച പണികൾക്ക് ആരംഭം കുറിച്ചുവെന്നും ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. ശുചിത്വ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് എല്ലാ തരത്തിലും മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടാവണം ഒരു ശുചിത്വ പ്രഖ്യാപനം നടത്തേണ്ടതെന്നുള്ളൊരു നിശ്ചയദാർഢ്യം ഭരണസമിതിക്കുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹരിതകർമ്മസേന എല്ലാ മാസവും വീടുകളിൽ സന്ദർശിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഗ്രീൻ കലണ്ടറിൽ പറയുന്ന ഇതിനനുസരിച്ചിട്ടുള്ള മാലിന്യങ്ങളാണ് ഓരോ മാസവും ശേഖരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാത്തരം വേസ്റ്റുകളും എല്ലാ മാസവും എടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടും ഒരു മെഗാ ക്ലീൻ ഡ്രൈവ് സംഘടിപ്പിച്ചുകൊണ്ട് വീടുകളിലും പൊതുസ്ഥലങ്ങളിലും കെട്ടിക്കിടന്ന എല്ലാവിധ മാലിന്യങ്ങളും എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങൾ പഞ്ചായത്ത് ശേഖരിക്കുകയും ഭരണസമിതിയുടെ ശക്തമായ ഇടപെടലും ജീവനക്കാരും ഹരിതകർമ്മസേനയും വ്യാപാരികളും തൊഴിലാളികളും കർഷകരും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്നും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു, വൈസ് പ്രസിഡന്റ് അജേഷ് മുകളേൽ, ബ്ലോക്ക് മെമ്പർ KJ സിജു, അസിസ്റ്റന്റ് സെക്രട്ടറി അബീഷ് ഐസക് എന്നിവർ അറിയിച്ചു. സിറ്റി വിഷൻ, രാജകുമാരി. മാസപ്പിടി കേസിൽ MV ഗോവിന്ദന് മറുപടിയുമായി മാത്യു കുഴൽനാടൻ MLA. ഇപ്പോൾ വീണ വിജയൻ മാത്രമാണ് പ്രതിപട്ടികയിലെത്തിയത്. മുഖ്യമന്ത്രി പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ലെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. മാസപ്പിടി കേസിൽ വീണ വിജയനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ CPIM സംസ്ഥാന കമ്മിറ്റി വാർത്താക്കുറിപ്പിറക്കിയത് 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ സാമ്പത്തിക ഇടപാടെന്ന് മാത്രമാണ്. എന്നാൽ ഇപ്പോൾ വീണ വിജയൻ പ്രതിപട്ടികയിലെത്തിയപ്പോൾ ആ നിലപാടിൽ മാറ്റമുണ്ടായെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കണമെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. ഡൽഹി ഹൈക്കോടതിയിൽ കേസ് പെൻഡിംഗ് നിൽക്കുമ്പോൾ വീണ വിജയനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് ശരിയല്ല എന്നായിരുന്നു MV ഗോവിന്ദന്റെ മറ്റൊരു പ്രതികരണം. എന്നാൽ SFIO നടപടി വന്നതോടെ നിയമപരമായി ഡൽഹി ഹൈക്കോടതിയിലെ കേസ് കാലഹരണപ്പെട്ടിരിക്കുകയാണെന്നും മാത്യു കുഴൽനാടൻ പറയുന്നത്. ഞാൻ ഒരു കാര്യം നിസ്സംശയം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിപട്ടികയിൽ വന്നിരിക്കുകയാണ്. നിസ്സംശയം ഞാൻ പറയുന്നു,
കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അത് വൈകിപ്പിക്കാൻ ശ്രമിക്കാം, എത്ര വേണമെങ്കിലും പ്രചണ്ഡമായ പ്രചരണം നടത്താം, കേസുകൾ പരാജയപ്പെട്ടു എന്ന് പറയാം. പക്ഷേ ഞാൻ കേരളത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല. എനിക്ക് സംശയമില്ല അക്കാര്യത്തിൽ. പിന്നെ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുക, അദ്ദേഹം ഇപ്പോൾ അവസാനമായി പറഞ്ഞ കാര്യം ഹൈക്കോടതി വിധിയുടെ 61ാമത്തെ പാരഗ്രാഫിൽ മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചു എന്നാണ്. ഒന്നുകിൽ അദ്ദേഹം ഒരു അഭിഭാഷകനല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ തെറ്റു പറയുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യം പറഞ്ഞു കൊടുത്ത ആള് അദ്ദേഹത്തെ ഒരു വിഡ്ഢിയാക്കുന്ന രീതിയിലാണ് കാര്യം പറഞ്ഞു കൊടുത്തത്. കാരണം അതിൻ്റെ അകത്ത് കീഴ്ക്കോടതി താഴെയുള്ള വിജിലൻസ് കോടതി മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാത്തത് കൊണ്ട് ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ കാര്യം പരാമർശിച്ചതിന് ശേഷം, as I have stated in the facts related by the petitioner might probably spark suspicion. It was premature for the special court to observe that political motive might have triggered the revision petition for institution of the prosecution of the complaint. In my view, the observation was unwarranted and the same stand quashed. അതായത് ഗോവിന്ദൻ പറഞ്ഞതിന്റെ നേരെ ഘടകവിരുദ്ധമാണ് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞത്. മറ്റുള്ളവർക്കെതിരെ പരാതി കൊടുത്തില്ല എന്നതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. എതിരെ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും നടപടി ഉണ്ടാകാതിരിക്കാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതു മുതൽ വീണ വിജയൻ മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ടെന്ന്, കൊള്ളയുടെ പങ്ക് പറ്റാത്തവർ ആരും CPM-ൽ ഇല്ല എന്നും കുഴൽനാടൻ കുറ്റപ്പെടുത്തി. ഹൈക്കോടതി വിധിയുടെ 63 പാരഗ്രാഫിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്ന സാഹചര്യം കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്ന് പറഞ്ഞിട്ടുണ്ട്. കേസ് തള്ളിയതുകൊണ്ട് ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, നിയമ പോരാട്ടം തുടരുമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526 8606820526. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.
മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾക്കിനി ആശങ്ക വേണ്ട. മികച്ച പഠനത്തിന് മോൺഫോർട്ട് വാലി സ്കൂൾ മുരിക്കുംതൊട്ടി. സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ബ്രദർ അമൽ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള മികച്ച അധ്യാപകരുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുമുള്ള വിദ്യാഭ്യാസ രീതി. CBSE വിദ്യാഭ്യാസം. എല്ലാ ക്ലാസുകളിലും ഡിജിറ്റൽ സ്മാർട്ട് ബോർഡ് സൗകര്യം, സുരക്ഷിതമായ വാഹന സൗകര്യം, വിവിധ പഠന മേഖലയിലുള്ള ലാബുകൾ, AI സൗകര്യത്തോടെയുള്ള വിശാലമായ കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി, CCTV മോണിറ്ററിംഗ് ക്യാമ്പസ്, കലാകായിക രംഗങ്ങളിലും മറ്റ് പാഠ്യേതര വിഷയങ്ങളിലുമുള്ള പരിശീലനം, അബാക്കസ് പരിശീലനം, കിൻഡർ ഗാർഡൻ കുട്ടികൾക്കുള്ള പ്രത്യേക ആക്ടിവിറ്റി പ്രവർത്തനങ്ങളും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും, കൂടാതെ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ കെയറിംഗ്. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ബൗദ്ധികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട്. ഭാവിയിലേക്ക് മികച്ച പൗരന്മാരെ വാർത്തെടുക്കുകയാണ് ഈ സ്കൂൾ. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നത് വഴി അവരുടെ ശോഭനമായ ഭാവിയാണ് നിങ്ങൾ ഉറപ്പാക്കുന്നത്. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. മോൺഫോർട്ട് വാലി സ്കൂൾ മുരിക്കുംതൊട്ടി. രജിസ്ട്രേഷൻ ഫോർ ദ അക്കാഡമിക് ഇയർ 2025-26. ക്ലാസ്സസ് pre-KG to 9th and +1. For more enquiries, contact the landline 04868 247 421. Mobile 9446966421. വീണ്ടും വാർത്തയിലേക്ക്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ദേവികുളം മേഖലാ സമ്മേളനവും തിരിച്ചറിയൽ കാർഡ് വിതരണവും ജില്ലാ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. അടിമാലിയിൽ നടന്ന സമ്മേളനം കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടായിരുന്നു യൂണിയന്റെ ദേവികുളം മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളനത്തിൽ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും ജില്ലാ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ക്രമീകരിച്ചിരുന്നു. സമ്മേളനം സംഘടന ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയിൽ മാധ്യമരംഗത്ത് പല പ്രദേശങ്ങളിലും ഇപ്പം മറയൂർ പോലുള്ള പ്രദേശങ്ങളിൽ പുതിയ യൂണിറ്റ് ഉണ്ടാവുകയും CPG ലോട്ടസ് തന്നെ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. തൊടുപുഴയിൽ മനോരമയുടെ ഉൾപ്പെടെ കൂടുതൽ പേര് വന്നിട്ടുണ്ട്. കട്ടപ്പനയിൽ 4-5 പേരോട് ഞങ്ങൾ മേഖലാ സമ്മേളനത്തിന് ശേഷം മെമ്പർഷിപ്പ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പലരും മെമ്പർഷിപ്പ് ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അടിമാലിയിൽ നടന്ന സമ്മേളനത്തിൽ ദേവികുളം മേഖലാ പ്രസിഡന്റ് CD ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ ബിജു ലോട്ടസ് സംഘടനാ സന്ദേശം നൽകി. ജില്ലാ സെക്രട്ടറി ഷാജി കുരിശുമൂട് ജില്ലാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ മുഖപത്രമായ KJU ന്യൂസിന്റെ പ്രകാശനവും നടന്നു. അംഗങ്ങൾക്കുള്ള ID കാർഡുകളുടെ വിതരണോദ്ഘാടനം മേഖലാ ട്രഷറർ VR സത്യന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ജില്ലാ ട്രഷറർ സലിം കുളത്തായി, മേഖലാ സെക്രട്ടറി സജീവ് മാധവൻ, ജില്ലാ കമ്മിറ്റി അംഗം KM ജലാലുദ്ദീൻ, ജിനീഷ് ജോർജ്, ബിനീഷ് ആന്റണി, S സെൽവരാജ്, PH നാസർ എന്നിവർ സംസാരിച്ചു. ഈ മാസം 10, 11, 12 തീയതികളിലാണ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. സിറ്റി വിഷൻ, അടിമാലി. അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിനായി വിശാലമായ സ്കൂൾ മൈതാനം ഒരുങ്ങുന്നു. 1 കോടി രൂപ ചെലവഴിച്ച് പണി കഴിപ്പിക്കുന്ന മൈതാനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് രാജ MLA നിർവഹിച്ചു. മൈതാനത്തിന്റെ പ്രാഥമിക നിർമ്മാണ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് തന്നെയാണ് വിശാലമായ സ്കൂൾ മൈതാനം നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുള്ള 1 കോടി രൂപ ചെലവഴിച്ചാണ് മൈതാനം യാഥാർത്ഥ്യമാക്കുന്നത്. സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടാണ് മൈതാനം നിർമ്മിക്കുന്നത്. മൈതാനത്തിന്റെ പ്രാഥമിക നിർമ്മാണ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. മൈതാനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് രാജ MLA നിർവഹിച്ചു. തീർച്ചയായും ഉണ്ടാകേണ്ട ഒന്നാണ് ഇവിടെ ഗ്രൗണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇവിടെ ടെക്നിക്കൽ ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ള സ്ഥാപനങ്ങളെല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 29 ആരംഭം കുറിച്ച് പല സ്ഥലങ്ങളിൽ വാടകയ്ക്കാണ് നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് സ്വന്തമായി ഒരു സ്ഥലത്ത് ടെക്നിക്കൽ ഹൈസ്കൂൾ ആരംഭിക്കാൻ കഴിഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. സോളമൻ PA, സ്കൂൾ സൂപ്രണ്ട് കുര്യാക്കോസ് TP, നാദിഷ PN, PTA ഭാരവാഹികൾ, മുൻ PTA ഭാരവാഹികൾ,
അലുമിനി അസോസിയേഷൻ ഭാരവാഹികൾ, സ്കൂൾ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂളിന്റെ മാത്രമല്ല അടിമാലിയുടെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തു നൽകും വിധം മൈതാനം പണി കഴിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് യോഗത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. സിറ്റി വിഷൻ, അടിമാലി. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്തായി പള്ളിവാസൽ പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായിട്ടാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനം സംഘടിപ്പിച്ചത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 5 പഞ്ചായത്തുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പഞ്ചായത്തുകളിലൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനവും നടത്തിയത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് തലത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വിപുലമായ പരിപാടികളോടുകൂടി ആരംഭിച്ച ഈ പരിപാടി എല്ലാ ഒരു വർഷത്തെ കഴിയുമ്പോൾ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കീഴിൽ 5 പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ മാലിന്യമുക്തമായ കേരളം സൃഷ്ടിക്കുകയും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ പഞ്ചായത്തിലും എല്ലാ മേഖലകളിലും വളരെ വിപുലമായി തന്നെയാണ് നമ്മളെ ഈ മാലിന്യമുക്തമായി പ്രവർത്തിക്കുകയും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡി ബേബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്തായി പള്ളിവാസൽ പഞ്ചായത്തിനെയും ഹരിതകർമ്മസേനയെയും വെള്ളത്തൂവൽ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയെയും മികച്ച സർക്കാർ സ്ഥാപനമായി CHC ചിത്തിരപുരത്തെയും തിരഞ്ഞെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പരാമർശിക്കുന്ന മലയാള ചലച്ചിത്രം എമ്പുരാൻ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പെരിയാർ വൈഗൈ ഇറിഗേഷൻ കർഷക യൂണിയന്റെ നേതൃത്വത്തിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലന്റെ കമ്പത്തെ ഗോകുലം ചിറ്റ്സ് ഫണ്ട് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ചിത്രം പ്രദർശിപ്പിക്കുന്ന കമ്പത്തെ യുവരാജ തിയേറ്ററിലേക്ക് ചെന്നൈ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിച്ച എമ്പുരാൻ എന്ന മലയാള ചിത്രം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പെരിയാർ വൈഗൈ ഇറിഗേഷൻ കർഷക സംഘടനയുടെ നേതൃത്വത്തിൽ ചിത്രത്തിലെ നിർമ്മഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള തമിഴ്നാട് കമ്പത്തെ ഗോകുലം ചിറ്റസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കമ്പത്തെ ഇറിഗേഷൻ ഓഫീസിന് സമീപത്തു നിന്നും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പെരിയാർ വൈഗൈ ഇറിഗേഷൻ കർഷക സംഘടന കോർഡിനേറ്റർ അൻവർ ബാല സിംഗം പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. இயக்கத்தில் வெளியாக இருக்கக்கூடிய எம்புரான் திரைப்படம் முல்லைப்பெரியார் அணைக்கு எதிராக நிறைய விஷயங்களை பேசியிருக்கிறது. சர்வதேச பேன் இந்தியா திரைப்படம் என்று சொல்லி எடுக்கப்பட்ட அந்த திரைப்படம் கடைசியில் அது முல்லைப்பெரியாரில் வந்து நிற்குது. அணை உடையாது என்று சொல்லி 2014, 2006 ஆண்டு உச்சநீதிமன்றம் 2 தெளிவான தீர்ப்புகளை கொடுத்த பிறகும் அந்த அணை உடையும் என்று அந்த படத்திலே கதாநாயகி என்ன செய்கிறது? ஒரு வசனத்தை பேசுகிறது. இதுபோல நாம் ஒரு படத்தை எடுத்து പ്രതിഷേധ മാർച്ചിനിടെ ചില കർഷകർ എമ്പുരാൻ സിനിമ പ്രദർശിപ്പിക്കുന്ന കമ്പത്തെ യുവരാജ തിയേറ്ററിലേക്ക് കടക്കുവാൻ ശ്രമിക്കവേ ഇവരെ പോലീസ് തടഞ്ഞു. തുടർന്ന് കർഷകർ തിരികെ പ്രതിഷേധ മാർച്ചിലേക്ക് പ്രവേശിച്ചു. പ്രതിഷേധ മാർച്ചിൽ കുമളി കമ്പം റോഡിൽ അല്പസമയം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. സിറ്റി വിഷൻ, ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ വിളയാട്ടം. വാറ്റുചാരായി നിർമ്മിച്ച വിൽപ്പന നടത്തിയിരുന്ന ആളെ എക്സൈസ് സംഘം പിടികൂടി. മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തി തമ്പടിച്ച് കാട്ടാനക്കൂട്ടം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. കട്ടപ്പനയിൽ വസ്ത്രങ്ങളുടെ വർണ്ണവസന്തവുമായി സീമ സിൽക്സ്. സീമാസിന്റെ അതിവിശാലമായ ഷോറൂമിൽ ഇപ്പോഴിതാ മെഗാ സൂപ്പർ സെയിൽ.
വിഷു ഈസ്റ്റർ പ്രമാണിച്ച് പുതുപുത്തൻ കളക്ഷൻസുമായി സീമാസിന്റെ മെഗാ സൂപ്പർ സെയിൽ. ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ ബേബീസിന്റെ വെറൈറ്റി കളക്ഷൻസ്. 500 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും 10% ഡിസ്കൗണ്ടും ഒപ്പം കൈനിറയ സമ്മാനങ്ങളും. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ. ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം. പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ. പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം. രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പേ, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.